നമസ്കാരം. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് മടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിൽ ദഫ്മുട്ട് സംഘം ദഫ്മുട്ടി അവരുടെ ഒരു പരിപാടി അവതരിപ്പിച്ചു. ഈ പരിപാടിയുടെ ചിത്രങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് 2 ദിവസം മുമ്പാണ് അയ്യപ്പൻ വിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഗാനം ആലപിച്ചത്. മക്കത്തെ മംഗല്യരാവ്, ഖദീജത്തിൻ കല്യാണ നാള് എന്നൊക്കെ തുടങ്ങുന്ന ഒരു പാട്ടാണ്. യഥാർത്ഥത്തിൽ ഈ പാട്ട് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പാട്ടാണ് എന്നതായിരുന്നു അന്ന് ഈ പാട്ട് പാടിയ സമയത്ത് മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്, സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചത്. യഥാർത്ഥത്തിൽ ഈ പാട്ടും മുഹമ്മദ് നബിയും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് പിന്നീട് ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കി. എന്നിരുന്നാൽ പോലും ഈ പാട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പാടേണ്ടതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള സൗഹാർദ്ദം നിലനിൽക്കുന്നതിന് ഇത്തരത്തിലുള്ള പാട്ടുകൾ നല്ലതാണ്. വളരെ നന്നായി തന്നെ ആ പാട്ട് പാടി എന്നൊക്കെ പണ്ഡിതന്മാർ ഇവിടെ അഭിപ്രായപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ പാട്ട് പാടിയ സമയത്ത് ചില ജന്തുക്കളൊക്കെ ഈ മഴ പെയ്ത് വല്ലാതെ ആവി എടുക്കുന്ന സമയത്ത് മാളത്തിൽ കെടുക്കാൻ കഴിയാതെ പുറത്തേക്ക് വരുന്ന ഒരു ഏർപ്പാടുണ്ട്. അതുപോലെ ചില ജന്തുക്കൾ നമ്മുടെ കേരളത്തിലും പുറത്തിറങ്ങി അവർ വിഷം തുപ്പി. ഇപ്പോൾ ദഫ്മുട്ട് അവതരിപ്പിച്ചപ്പോൾ അതും ഇവർക്ക് വല്ലാത്ത പ്രയാസമായി. ഇപ്പോൾ ഇത്തരക്കാർ പറയുന്നത്, നമ്മുടെ ശശികലയെ പോലുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശശികലയെ പോലുള്ള ആളുകൾ പറയുന്നത്, എന്റെ മുത്തപ്പ, മടപ്പുര മുത്തപ്പ കാത്തോളനെ, നായ ഞമ്മക്ക് ഹറാമാണ്, ആ പരിസരത്തുള്ള നായ്ക്കളൊക്കെ ഈ ദഫ്മുട്ടാൻ വന്ന ആളുകളെ തൊടാതെ കാത്തോളനെ എന്നതാണ് ശശികലയുടെ ഒരു പ്രതികരണം. ഈ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് ശശികല അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏതായാലും ശശികലയോട് എനിക്ക് പറയാനുള്ളത്, ശശികല ഇപ്പോൾ നല്ല ഫോമിലാണ്, തുടർച്ചയായി വിഷം തുപ്പുന്നുണ്ട്. രാജവെമ്പാലയ്ക്ക് പോലും ഇത്രമാത്രം വിഷം ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജവെമ്പാല ഒറ്റ കടിക്ക് ഒരുപാട് വിഷം, അതിന്റെ കണക്കിപ്പോൾ അറിയില്ല. മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഒറ്റ കടിയടിച്ചാൽ വലിയ അളവിൽ വിഷം ആരെയാണോ കടിക്കുന്നത് അയാളിലേക്ക് കുത്തിവെക്കാൻ രാജവെമ്പാലയ്ക്ക് കഴിയും. മറ്റു പാമ്പുകൾ അത്രക്ക് വിഷമില്ലാത്ത, വിഷമുണ്ടെങ്കിൽ പോലും, ഒരാളെ കൊല്ലാനുള്ള വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രമാത്രം വിഷത്തിന്റെ അളവ് മറ്റു പാമ്പുകൾക്ക് ഉണ്ടാകാറില്ല. ശശികലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാജവെമ്പാലയെ പോലെയാണ്, അത്രയധികം വിഷം ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഈ രാജവെമ്പാല എന്ന് പറയുന്ന പാമ്പ് അങ്ങോട്ട് ആക്രമിച്ചാലാണത്രേ അത് തിരിച്ച് ആക്രമിക്കാൻ വരാറുള്ളൂ. അല്ലാത്ത പക്ഷം അത് മെല്ലെ ഇങ്ങനെ ഇഴഞ്ഞു പോകാറാണ് പതിവ്. ശശികല അങ്ങനെയല്ല, അങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ വിഷം തുപ്പിക്കൊണ്ടേയിരിക്കുന്നു. ശശികലയുടെ പേജൊന്ന് പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഞാൻ ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ശശികല പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, മടപ്പുര മുത്തപ്പ കാത്തോളനെ, അവിടെ നായ നമുക്ക് ഹറാമാണ്, ഈ നായ തൊടാതെ ഈ ദഫ്മുട്ട് സംഘത്തെ കാത്തോളനെ എന്നാണ്. ശശികലയോട് എനിക്ക് പറയാനുള്ളത്, നായ തൊട്ടാലും കുഴപ്പമില്ല ശശികലെ, ശശികലയൊന്ന് വായടച്ചാൽ മതി. ഈ നായ്ക്കൾ വായു കൊണ്ട് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും, കുരക്കാറുണ്ട്. അതുകൊണ്ടൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ശശികലയെ സംബന്ധിച്ചിടത്തോളം ശശികല ഒന്ന് വായ തുറന്നാലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല, മൊത്തത്തിൽ സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വിഷം തന്നെയാണ് ശശികല വായ തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നായ തൊട്ടാലും കുഴപ്പമില്ല, അതിന് പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ മറ്റു മാർഗങ്ങളുണ്ട്. അതേസമയം ശശികല വായ തുറന്നാൽ തൽക്കാലം മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് ശശികല ദയവ് ചെയ്ത് ഒന്ന് വായടക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ശശികലയോട് അഭ്യർത്ഥിക്കാനുള്ളത്.